പഴംപൊരി എന്ന് പറയുമ്പോണ്ടല്ലോ രതീഷാണ്. പഴംപൊരി എന്ന് പറഞ്ഞാൽ രതീഷ്, അതിങ്ങനെ തൂങ്ങി ആടണം. ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഇഡലി ആയിരുന്നു. അപ്പോൾ ഇഡലിയുടെ മാവ് ബാക്കിയായി. അപ്പോൾ ആ മാവ് കൊണ്ട് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോൾ പഴംപൊരി ആ മാവിൽ കുറച്ച് മൈദൊക്കെ ചേർത്ത് അങ്ങോട്ട് സെറ്റാക്കിയാലോ എന്ന് ചിന്ത. നന്നാവോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും മോശമാവുകയാണെങ്കിൽ മാവും പോയി പഴവും പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാം ഗൈസ്. അപ്പോൾ 2 പഴം, ഈ 2 പഴം വെച്ചിട്ട് 4, 8 ഇട്ടിട്ട് 16 പഴംപൊരി ഉണ്ടാക്കാൻ പോകും കേട്ടോ. 16 അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഗൈസ് അപ്പോൾ 1, 2, 3, 4, 5, 21, 22, 23, 24, 25, 26. അപ്പോൾ നമ്മൾ 16 പീസാണ് പറഞ്ഞത്. 10 പീസ് ഞാൻ എക്സ്ട്രാ ആക്കിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പഴംപൊരിയുടെ പ്രത്യേകത. പഴംപൊരി എന്ന് പറയുമ്പോണ്ടല്ലോ രതീഷാണ്. പഴംപൊരി എന്ന് പറഞ്ഞാൽ രതീഷ്, അതിങ്ങനെ തൂങ്ങിയാടണം. പഴംപൊരിയുടെ മാവിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഡലിക്ക് കലക്കിയ മാവാണ്, ദോശമാവാണിത്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പഴംപൊരിക്കുള്ള മാവ് സെറ്റാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണം നോക്കാം. ആദ്യമായിട്ട് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഇത് കളറിന് വേണ്ടിയിട്ട് ഒരു പൊടി മഞ്ഞപ്പൊടി, തരി മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഇനി മിക്സ് ആക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ അവസാനത്തെ ലുക്ക് കിട്ടാം. ഇനി ഇതിലേക്ക് അടുത്തത് ആഡ് ചെയ്യേണ്ടത് കുറച്ച്, അത് തരി മൈദയാണ്, ചെറിയൊരു കട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തരി മൈദ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങുകയായി. മരിച്ചിലൊക്കെ ഉണ്ട്. നമ്മുടെ പരീക്ഷണം ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. മാവൊക്കെ വേറാക്കി ചട്ടിയിൽ പിടിച്ച അവസ്ഥയിലാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ദോശമാവ് വെച്ച് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് മൈദ, പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ അടുത്ത മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിലാണ് ഇനി പൊരിക്കുന്നത്. ഓക്കെ, ഇത് സെറ്റാവും നോക്കാം. ഇതിൻ്റെ ഈ ഭാഗം മാവ് പിടിച്ചില്ല കേട്ടോ. ഈ ഭാഗത്ത് മാവ് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് പറയണല്ലോ. അപ്പോൾ സംഭവം ടേസ്റ്റ് ഉണ്ട്. ഇഡലി മാവിൻ്റെ ആ പുളിയും നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ചേർത്തു, അതിനൊക്കെ ടേസ്റ്റ്. ഒരു ഭാഗം കടിക്കുമ്പോൾ കായനുറുക്ക് പൊരിക്കൂലേ, എന്നുവെച്ചാൽ ആ ഭാഗത്ത് മാവ് പിടിക്കാതെ പഴം കിടന്ന് മൊരിഞ്ഞിട്ട് ഉള്ള ആ ഒരു ടേസ്റ്റും ഇപ്പുറത്തെ ഇതിൽ ആ മാവിൻ്റെ ഒരു ഭാഗം മാവ് പിടിച്ചതിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി ഒരു വെറൈറ്റി ടേസ്റ്റ്. കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. നമ്മൾ സാധാ പഴംപൊരി അങ്ങനെ ഉണ്ടാക്കണം, ആ മാവിലാണ് ഇനി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഒരെണ്ണിട്ട് ട്രൈ ചെയ്ത് നോക്കിയ സാധനമാണിത്. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ. മാവൊക്കെ പിടിച്ച് സെറ്റായും നല്ല പൊള്ളച്ച് വന്ന പഴംപൊരി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തും കൂടി ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴംപൊരി സെറ്റായിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് പൊരിക്കുന്നുണ്ട്. ഒരു ട്രിപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്താ സാധനം, വാവ്, പൊളി.